റോഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചാണ് അരുണിമ കോർപ്പറേറ്റ് ആശുപത്രിയിലേക്ക് പോയത്. ഓട്ടോയാവുമ്പോൾ ഗിരിയിൽ നിന്നും താൻ കൂടുതൽ സേഫാണെന്ന് അരുണിമയ്ക്ക് തോന്നി. കോമ്പൗണ്ടിൽ ചെന്നിറങ്ങുന്ന സമയം വീടിനടുത്തുള്ള സദാശിവൻ ചേട്ടനെ കണ്ട് അരുണിമ തരിച്ചുപോയി. എങ്ങനെയോ പാത്തും പതുങ്ങിയും ക്യാൻറ്റീനിലേക്ക് കയറിപ്പോയി. ഇങ്ങേര് തന്നെ കണ്ട പോയി ഗിരിയേട്ടനോട് വെള്ളം പോലും. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അരുണിമ ക്യാൻറ്റീനിൽ നിന്നും ഒളിഞ്ഞു നോക്കി. ചേച്ചി, എന്താ വേണ്ടേ? ഹലോ ചേച്ചി. ക്യാൻറ്റീനിലെ പയ്യൻ വന്നിട്ട് അരുണിമയോട് ചോദിച്ചു. ഒന്നും വേണ്ട. ആ പയ്യൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നു വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. ഷേടാ, ഇത് വലിയ ശല്യമായാലോ. ചുമ്മാ ഒന്നിവിടെ നിൽക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. അവൾ നഖം കടിച്ചു ഗേറ്റിനടുത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന സദാശിവനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മുന്നിലേക്ക് കടന്നു വന്ന ആരുടെയോ ബൈക്കിൽ കയറിയയാൾ പോകുന്നത് അരുണിമ കണ്ടു. ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങി അവൾ അകത്തേക്ക് കടന്നു ചെന്നു. റൂം നമ്പർ മഹി പറഞ്ഞു കൊടുത്തുകൊണ്ട് താഴെ പ്രത്യേക അന്വേഷണങ്ങളൊന്നും വേണ്ടി വന്നില്ല. റൂം നമ്പർ ലക്ഷ്യമാക്കി അരുണിമ നടന്നു. 2ാം നിലയിൽ വടക്കേ അറ്റത്തായിരുന്നു ദീപു കിടക്കുന്ന മുറി. അരുണിമയ്ക്ക് പെട്ടെന്ന് മുന്നിലേക്ക് കടന്നു ചെല്ലാൻ എന്തോ പോലെ തോന്നി. എന്തെങ്കിലും തന്നെക്കുറിച്ച് കരുതുമോ മടിച്ചുകൊണ്ടാണ് അവൾ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നത്. ആ മുറിയുടെ ഡോർ വെറുതെ ചാരിയിരുന്നതേയുള്ളൂ. അതിനുള്ളിൽ നിന്നും ആരൊക്കെയോ ശബ്ദിക്കുന്നുണ്ട്. ദീപുവിൻ്റെ വീട്ടുകാർ തന്നെയാകും. ഇനി അവർ തന്നെ തിരിച്ചറിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ എന്നൊരു വിഷമവും അരുണിമയിലുണർന്നു. എന്തും വരട്ടെ എന്ന് കരുതി അതൊന്നും കാര്യമാക്കാതെ അരുണിമ വാതിൽ കൊട്ടി. അപ്പുറത്തു നിന്നും നീണ്ട മുഖമുള്ള ഒരു ചെറുപ്പക്കാരി വന്ന് തല നീട്ടി. ദീപുവിൻ്റെ ചേച്ചി മഞ്ജുളയെ അരുണിമയ്ക്ക് മനസ്സിലായില്ല. അരുണിമ ചോദിച്ചു, ദീപു കിടക്കുന്ന മുറി ഇതല്ലേ? അതെ. മഞ്ജുള അരുണിമയെ അടിമുടി നോക്കിയിട്ട് എന്നിട്ട് വഴി നീങ്ങി കൊടുത്തു. ആരാ മഞ്ജുളെ? ദീപുവിൻ്റെ അമ്മ സുഷമയുടെ ശബ്ദമായിരുന്നു. അപ്പോഴേക്ക് അരുണിമ റൂമിലേക്ക് കടന്നു. ദീപു പെട്ടെന്ന് അരുണിമയെ കണ്ടപ്പോൾ ആകെ ഷോക്കായിപ്പോയി. പെട്ടെന്ന് അവനെ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, കിടന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. വേദന പിന്നുണ്ട്, അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. അല്ല ദീപു, മഹി പറഞ്ഞപ്പോൾ ആ കാര്യം അറിഞ്ഞത്. ഏട്ടൻ അങ്ങനെയാ, ഒരു തെമ്മാടി. എന്തിനാ പോലീസിനോട് സത്യം പറയാറുന്നില്ലേ? പറഞ്ഞ വാക്കുകളിൽ നിന്നും സുഷമയ്ക്കും മഞ്ജുളയ്ക്കും കാര്യം കത്തി. ഓഹോ, അപ്പോൾ നീ ആ നിറുകെട്ടവൻ്റെ വീട്ടിലെ അല്ലേ? എൻ്റെ കൊച്ചിനെ ഈ അവസ്ഥയിലാക്കിയ അവൻ്റെ വീട്ടുകാരോട് നിനക്ക് എന്തിനാ ദീപു ഇത്ര സഹതാപം? അമ്മേ, ഒന്നും മിണ്ടാതിരിക്കേ. ദീപു തടഞ്ഞു. എന്നിട്ടും പോരാ, അവൾ കാണാൻ വന്നേക്കുന്നു. അതിന് നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിന്റെ മാപ്പ് പറച്ചിലും കൊഞ്ചലും കുഴയിലും ഒന്നും ഇവിടെ ആർക്കും കാണണ്ട. ബാക്കി മഞ്ജുള ഏറ്റുപിടിച്ച് പറഞ്ഞു. അത്രയ്ക്ക് മര്യാദകേട് അവരിൽ നിന്നും അരുണിമ വിചാരിച്ചില്ല. ചേച്ചി, ദീപു വിളിച്ചു. നിങ്ങൾ പരിചയക്കാരാണോ? ആ, ബസ്സി വരുന്നതാ ഡെയിലി. അല്ല, വെറുതെ അല്ല. അപ്പോ പറഞ്ഞത് തന്നെയാമേ. ഇവളെ നോക്കിയേ, 1.25 ബസ് കണ്ടക്ടർ വേറെ വഴിയൊന്നുമില്ലാതെ വളയ്ക്കാമെന്ന് കരുതി വന്നതാകും. അത് കേട്ടപ്പോൾ അരുണിമയ്ക്ക് പെട്ടെന്ന് കണ്ണു നിറഞ്ഞു. പോട്ടെ ദീപു. സങ്കട അണപൊട്ടി വന്നപ്പോൾ അരുണിമ വിമിഷ്ടത്തോടെ പറഞ്ഞു.